ആ അരുൺകുമാർ വിവാദത്തിലും യൂത്തന്മാർ തേഞ്ഞിട്ടുണ്ട്. പച്ച കള്ളങ്ങൾ നാട്ടിൽ വിളിച്ചു പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത ടീംസ്. ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന നുണക്കഥകളെ ഡോക്ടർ അരുൺകുമാർ പൊളിച്ചടുക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അരുൺകുമാറിനോട് വല്ലാത്ത മാനസിക ഫ്രസ്ട്രേഷൻ, അഥവാ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചൊറിച്ചിൽ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂത്തന്മാരെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ടെലികാസ്റ്റ് ചെയ്ത മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ നിന്ന് ഒരു 17 സെക്കൻഡ് വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് ഞങ്ങളെ ഇതാ അരുൺകുമാർ ഊത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചേ എന്നുള്ള വിലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ആ വിവാദത്തിന് കുറച്ചുകൂടി പിന്തുണ കിട്ടാൻ വേണ്ടി അതേ മീറ്റ് ദ എഡിറ്റേഴ്സിലെ ഉണ്ണി ബാലകൃഷ്ണനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇമാതിരി ഒരു ഊള പരിപാടി ചെയ്തത്. കണ്ടല്ലോ, ഇതായിരുന്നു സംഭവം. ഇതിനെക്കുറിച്ച് ഡോക്ടർ അരുൺകുമാർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തയാണ്, അങ്ങനെ ചെയ്തിട്ടില്ല എന്നറിയിച്ചു. പക്ഷേ യൂത്ത് വ്യാജൻ ഉൾപ്പെടെയുള്ളവർ അതിനെ അങ്ങ് ഏറ്റുപിടിച്ച് അരുൺകുമാറിനെ നിശബ്ദനാക്കി കളയാം. ദിവ്യ എസ് അയ്യർക്കെതിരെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ആ വിവാദത്തെ അരുൺകുമാർ പൊളിച്ചു. അതുകൊണ്ട് ഇനി അരുൺകുമാറിൻ്റെ തോളിൽ കയറാമെന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ തെറി പൂരം അരങ്ങേറിയെങ്കിലും ഒടുവിൽ വൈകുന്നേരമായപ്പോൾ ഇതേ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ അവർ തന്നെ പൊക്കിക്കൊണ്ട് നടന്ന ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ യൂത്ത് കോൺഗ്രസിനെ അരുൺകുമാർ ഊത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്നായിരുന്നു പരാതി. എന്തിന് പറയണം, ഒരു പരിപാടിയിലിരുന്ന് അതിന് മറുപടി എന്നോണം ആ മോങ്ങലിന് പരിഹാരമായിട്ട് ഒരു 50 തവണ ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ ഊത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ് ആ പൊള്ളലിനെ വ്രണമാക്കി വിടുന്ന പ്രതികരണം നടത്തി. കാരണം ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ മറുപടി എടുത്തിട്ടാണ് അതിനെ ഒരു ആയുധമാക്കിയിരിക്കുന്നത്. അതെ, നിശ്ചയമായും. നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി സ്മൃതി ഇവിടെ സൂചിപ്പിച്ചതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന്, അഥവാ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളിൽ നിന്ന് തന്നെ വളരെ ശക്തമായ ചില പ്രതിഷേധങ്ങൾ റിപ്പോർട്ടർ ചാനലിനെതിരായിട്ട് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ നമ്മളിരിക്കുന്ന ഈ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ഏതാനും പ്രവർത്തകർ വന്ന് മുദ്രാവാക്യം മുഴക്കുകയും ഭീഷണി മുഴക്കുകയൊക്കെ ചെയ്തിട്ട് പോവുകയുണ്ടായി. നമ്മുടെ പ്രശ്നം ഇക്കാര്യത്തിനകത്ത് യൂത്ത് കോൺഗ്രസിനെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല ഈ വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. മറിച്ച് നമ്മളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രേക്ഷക സമൂഹമുണ്ട്. ആ പ്രേക്ഷക സമൂഹം ഒരു കാരണവശാലും ഒരു തെറ്റിദ്ധാരണയിലേക്കും പെട്ടുപോകരുത് എന്ന് നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ആഗ്രഹം നമുക്കുള്ളതുകൊണ്ട് പ്രേക്ഷകർക്ക് മുമ്പിൽ ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുക. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി എന്താണ് റിപ്പോർട്ടർ ടിവിക്കെതിരായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്? നോക്കൂ, ദിവ്യ എസ് അയ്യരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടൊരു വിവാദം കേരളത്തിൽ വളരെ ശക്തമായിട്ടുണ്ടായി. ദിവ്യ എസ് അയ്യർ കെ രാഗേഷിനെ സംബന്ധിച്ച് എഴുതിയ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടാണ് ആ തർക്കങ്ങൾ ശക്തമായി നടന്നത്. അത് രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ തന്നെ വലിയ ഏറ്റുമുട്ടലായിരുന്നു. പൊതുസമൂഹം വലിയ കാര്യമായി ചർച്ച ചെയ്തിരുന്നു. ആ വിഷയം സ്വാഭാവികമായും മീറ്റ് ദി എഡിറ്റേഴ്സിൻ്റെ ടോപ്പിക്കാണ്. മീറ്റ് ദി എഡിറ്റേഴ്സിൻ്റെ ടോപ്പിക്കായി ആ വിഷയം ചർച്ച ചെയ്ത ദിവസം ഓരോരുത്തരും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് വ്യക്തമാക്കുന്നതിൻ്റെ ഭാഗമായി ഡോക്ടർ അരുൺകുമാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ ചില അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു തർക്കമുണ്ടായി. അങ്ങനെ തർക്കമുണ്ടായപ്പോൾ ആ തർക്കത്തിൽ ഡോക്ടർ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ യുവജന സംഘടനയെ ഊത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്നാണ് വ്യാജമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്ര മുതിർന്ന മാധ്യമപ്രവർത്തകനായാലും ഇന്ന് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്ന ജോലിയിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനോ മാധ്യമപ്രവർത്തകയോ ആയാലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഒരു രാഷ്ട്രീയ നേതാവിനെയോ പൊതുസമൂഹത്തിലെ ആരെയെങ്കിലുമോ ഇരട്ടപ്പേര് വിളിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലില്ല. അത് ഞങ്ങൾ മാധ്യമപ്രവർത്തകർ വളരെ നിശ്ചയദാർഢ്യത്തോടുകൂടി വളരെ കൃത്യമായി സൂക്ഷിച്ചു പോരുന്ന ഒരു കാര്യമാണ്. ഈ പൊതുസമൂഹത്തെ ബഹുമാനിക്കാൻ ബാധ്യസ്ഥമായ ആളുകളാണ് മാധ്യമപ്രവർത്തകർ. അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെയോ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഇരട്ടപ്പേര് വിളിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് മാന്യരായ പ്രേക്ഷകർക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. മറിച്ച് ചില ചാനൽ ചർച്ചകളിനകത്ത് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആ രീതിയിൽ സംസാരിച്ചു എന്ന് വരും. അപ്പോഴൊക്കെ തന്നെയും അതിൽ ഇടപെട്ടുകൊണ്ട് അതിനെ നിയന്ത്രിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ചെയ്യാറുള്ളത്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അപഹസിക്കുന്ന രീതിയിൽ ഒരു പേര് വിളിക്കുന്ന രീതി ഒരു ചെറിയ മാധ്യമപ്രവർത്തനം, ഞാൻ ഈ ചെറിയ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും ജൂനിയറായ ഒരു മാധ്യമപ്രവർത്തകന് പോലും അതിനുള്ള സ്വാതന്ത്ര്യം ഒരു മാധ്യമപ്രസ്ഥാനവും അനുവദിക്കുന്നില്ല. ഇപ്പം രാഹുൽ ഗാന്ധിയെ ഒരു പ്രത്യേക പേര് വിളിച്ചൊരു പിന്നെ BJP
അപഹസിച്ചിരുന്നില്ലേ? ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ ഇന്നുവരെ ആ രീതിയിൽ ഒരു പേര് ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് റിപ്പോർട്ട് നടത്തിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിയെക്കുറിച്ച്, പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എന്തെല്ലാം പേരുകളാണുള്ളത്? ഞങ്ങളാരും തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കരിയറിൽ ഒരിക്കൽ പോലും ഈ രീതിയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ രാഷ്ട്രീയ നേതാവിൻ്റെയോ എന്ന് വേണ്ടെന്നേ പൊതുസമൂഹത്തിൽ ആരുടെയോ ഒരു ഇരട്ട പേര് വിളിച്ച് റിപ്പോർട്ട് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുന്ന ഒരു രീതി ഇല്ല. അത് കേരളത്തിലുമില്ല, രാജ്യത്തുമില്ല, ലോകത്തുമില്ല. അങ്ങനെ യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസ് എന്ന് വിളിക്കുന്ന ഒരാളല്ല ഡോക്ടർ അരുൺകുമാർ എന്ന് മാത്രവുമല്ല, അത്തരത്തിലൊരു സംസ്കാരത്തെ പിൻപറ്റുന്ന ആളുകളല്ല കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകരും. അക്കാര്യത്തിനകത്ത് അരുൺകുമാറിന് എക്സെപ്ഷൻ ഇല്ല, ഉണ്ണി ബാലകൃഷ്ണൻ എക്സെപ്ഷൻ ഇല്ല, ആൻഡോ ഓഗസ്റ്റിനോ സ്മൃതി പരുത്തിക്കാരനോ സുജയ പാർവതിക്കോ എക്സെപ്ഷൻ ഇല്ല. ഒരു പ്രത്യേക രാഷ്ട്രീയ നേതാവിനെയോ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയോ ഇന്ന പേര് വിളിച്ച് അപഹസിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുന്ന ഒരു എഡിറ്റോറിയൽ ബോർഡ് കേരളത്തിൽ ഒരു മാധ്യമ പ്രസ്ഥാനത്തിലും ഇല്ലാതാനും. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ ഒരു വ്യാജ പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, ആ ചർച്ചയ്ക്കകത്ത് അരുൺകുമാറും ഞാനുമായി ഉണ്ടാകുന്ന കണ്ടസ്റ്റ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ വാദമുഖമാണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇപ്പോൾ ഉന്നയിക്കുന്നതെന്ന് പറയുമ്പോൾ അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. യൂത്ത് കോൺഗ്രസിനെ യൂത്ത് കോൺഗ്രസ് എന്ന് അരുൺകുമാർ വിളിച്ചിട്ടില്ലെന്ന് മാത്രവുമല്ല, ആ ഉത്തമ ബോധ്യത്തോടുകൂടിയാണ് ഞാനിരിക്കുന്നത്. ഞാൻ തൊട്ടടുത്തിരുന്നാണ് ഇത് കേൾക്കുന്നത് എന്ന് മാത്രവുമല്ല, പബ്ലിക് ഡൊമൈനിൽ ആ വീഡിയോ ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പോയിട്ട് അത് കൃത്യമായി കാണാം. ഞങ്ങളെല്ലാം ഉത്തരവാദിത്വത്തോടും കൂടിയാണ് ഓരോ ദിവസവും കാര്യങ്ങൾ സംസാരിക്കുന്നത്. ആ കാര്യങ്ങൾ സംസാരിച്ചതിൻ്റെ വീഡിയോ ഒരു എഡിറ്റിംഗും ഇല്ലാതെ സമ്പൂർണ്ണമായി തന്നെ റിപ്പോർട്ടർ ടിവിയുടെ യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്. ആർക്കും പോയി പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ആ പരിശോധനയിൽ ഞങ്ങൾ ആവർത്തിച്ചത് പരിശോധിക്കുകയുണ്ടായി. കാരണം ഞങ്ങൾക്ക് പോലും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ പോകുന്ന വിധത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, അവർ ചെറിയ പാർട്ടി പ്രവർത്തകരൊന്നും അല്ല കേട്ടോ, ഈ പാർട്ടിയുടെ രാഷ്ട്രീയ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ വരെ ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുക, കമന്റുകൾ പറയുക, ഫോൺ വിളിച്ച് ആക്ഷേപിക്കുക, ഇതെല്ലാം കഴിഞ്ഞൊരു 24 മണിക്കൂറായി നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രശ്നമാണ്. എന്തിനാണ് ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം നടത്തുന്നത്? രാഷ്ട്രീയ യുവജന സംഘടന എന്ന നിലയ്ക്ക് കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയിട്ടുള്ള സംഭാവനകളെ ബഹുമാനത്തോടുകൂടി കാണുന്ന പ്രസ്ഥാനങ്ങളാണ് എല്ലാ മാധ്യമ പ്രസ്ഥാനങ്ങളും. എന്ന് മാത്രമല്ല, നമ്മൾ പുലരുന്നതും ജീവിക്കുന്നതും ഒക്കെ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലാണ്, ഒരു ജനാധിപത്യ വ്യവസ്ഥയിലാണ്. ആ ജനാധിപത്യ വ്യവസ്ഥയെ നിലനിർത്തുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ബഹുമാനിക്കുന്ന മാധ്യമങ്ങളാണ് കേരളത്തിലുള്ളത്. അവരെ കളിയാക്കുന്ന ഒരു പ്രവണത നമുക്കില്ല. ഇവിടെ ഇപ്പോൾ അരുൺകുമാർ യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ കണ്ടസ്റ്റ് ചെയ്തത് എന്താണ് അത് വ്യക്തമാക്കേണ്ടതുണ്ട് സ്മൃതി. കാരണം എന്താ വെച്ചാൽ എൻ്റെ പേരിലാണ് അരുൺകുമാറിനെ ആക്ഷേപിക്കുന്നത്. അത് ശരിയല്ല. അത് ഞാൻ നല്ല ഉത്തരവാദിത്വത്തോടെയാണ് 30 വർഷമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ. ഒട്ടും കുറഞ്ഞ ആളല്ല ഡോക്ടർ അരുൺകുമാറും. അദ്ദേഹത്തിനും കൃത്യമായൊരു മാധ്യമ പ്രവർത്തന പാരമ്പര്യമുണ്ട്. അത് മലയാളികൾക്ക് അറിയാവുന്നതുമാണ്. ഇവിടെ ഇരുന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിൻ്റെ ഇരട്ടപ്പേരുകൾ വെച്ച് വിളിച്ച് കളിയാക്കേണ്ട ഒരാവശ്യവും അരുൺകുമാറിനും ഉണ്ണി ബാലകൃഷ്ണനും ഇല്ല. ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവിച്ചതെന്ന്. ആ നിമിഷം യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണ് ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്. അത് ശരിയാണ്. ഒരു ഹീറ്റഡ് ഡിസ്കഷനിൽ എനിക്കിപ്പോൾ അതിനകത്ത് ഖേദമുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം ഒരു ഹീറ്റഡ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത്, അത് ഞാൻ വീണ്ടും ആ വീഡിയോയിൽ വ്യക്തമാക്കുന്നുണ്ട്, ഞാൻ പറയുന്ന അഭിപ്രായം യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായമാണെന്ന് അരുൺകുമാർ പറഞ്ഞാൽ, അരുൺകുമാർ പറയുന്ന അഭിപ്രായം ഡിവൈഎഫ്ഐയുടെ അഭിപ്രായമാണെന്ന് ഞാനും പറയും. അങ്ങനെ പറഞ്ഞ് ഈ ചർച്ച പോകരുത് എന്നാണ് ഞങ്ങൾ തമ്മിൽ തർക്കിച്ചിട്ടുള്ളത്. അല്ലാതെ യൂത്ത് കോൺഗ്രസിനെ മറ്റൊരു പേരിട്ട് വിളിച്ചു എന്ന അർത്ഥത്തിലേ അല്ല ആ തർക്കം നടന്നിട്ടുള്ളത്. എന്നാൽ മനഃപൂർവ്വമായി ഇത്തരത്തിലൊരു വ്യാജ പ്രചരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു രാഷ്ട്രീയ യുവജന പ്രസ്ഥാനം നടത്തുന്നത് ശരിയാണോ? നിങ്ങൾ ആലോചിക്കണം. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും യവന്മാരുടെ അവസ്ഥ ഇത് തന്നെയല്ലോ. ഒരു വിവാദം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്, അതും തേഞ്ഞു. സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള വ്യാജൻ ഉൾപ്പെടെയുള്ളവർ ഈ വ്യാജത്തെ എടുത്ത് ഉയർത്തിക്കാട്ടി ഒരാളെ വിമർശിക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സതീശ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സകലതും വ്യാജന്മാരാണ്. ഒരൊറ്റ കാര്യത്തിൽ സത്യം പറയില്ല. ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതിൽ നിന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. അല്ലാതെ തന്നെ അരുൺകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ മാന്യനാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ നിലപാടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അദ്ദേഹത്തിന് ഒരു ഇടത് ചായ്വുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പക്ഷേ പലപ്പോഴും അദ്ദേഹം മാധ്യമപ്രവർത്തന മേഖലയിൽ നിൽക്കുമ്പോൾ അത് പ്രകടിപ്പിക്കാറില്ല. ചില വിഷയങ്ങളിൽ അദ്ദേഹം ശക്തമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന പല നുണക്കഥകളെയും പൊളിക്കാൻ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുള്ള ന്യായത്തെ കൃത്യമായി തുറന്നു കാട്ടാറുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനോട് വല്ലാത്ത പൊള്ളൽ. കാര്യം കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ഭൂരിപക്ഷവും CPM വിരുദ്ധരാണല്ലോ. അതിൽ ഒരു CPM അനുകൂല നിലപാടെടുക്കുന്ന വ്യക്തിയെ എങ്ങനെയെങ്കിലുമൊക്കെ വിവാദത്തിൽപ്പെടുത്തി നിശബ്ദനാക്കണമല്ലോ. അതിനുവേണ്ടി നടത്തിയ നാറിയ നാടകമാണ് പൊളിഞ്ഞടുങ്ങിയത്. അതും അവരുടെ ദൈവമായി കൊണ്ട് നടക്കുന്ന ഉണ്ണി ബാലകൃഷ്ണൻ തന്നെ ഇതുപോലെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നാണം കെട്ട് തൊലിയുരിഞ്ഞൊരവസ്ഥയാണ്. ഇല്ലാത്ത കാര്യമുണ്ട് എന്നുള്ള നിലയ്ക്കും ഞങ്ങളെ യൂത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെവിയുടെ കുഴപ്പമാണ്.
കാര്യം ഇപ്പോൾ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് അല്ല, ഞങ്ങൾ ഊത്ത് കോൺഗ്രസ് ആണെന്ന് ഇവർക്ക് സ്വാഭാവികമായിട്ടുള്ള തോന്നൽ വന്നതുകൊണ്ടാണ് ആ പേര് പരാമർശിച്ച സന്ദർഭത്തിൽ അവർക്ക് അങ്ങനെ തോന്നിയതെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അതല്ല, അവർക്ക് തെളിയിക്കാനായിട്ട് വീണ്ടും ഓപ്ഷനുണ്ട്. ആ പരിപാടിയുടെ മുഴുവൻ ലിങ്കും അരുൺകുമാർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കൊടുത്തിരുന്നു. 12ഓളം മിനിറ്റുള്ള ആ പരിപാടിയിൽ അവർക്ക് പരിപൂർണമായിട്ട് അന്തസ്സുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ ജനങ്ങളെ കേൾപ്പിച്ചിട്ട് അരുൺകുമാർ എവിടെയാണ് യൂത്ത് കോൺഗ്രസ് എന്ന് വിളിച്ചതെന്ന് കേൾപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യത യൂത്ത് കോൺഗ്രസിനുണ്ട്. അത് കാണിക്കാതെ ഒരു വീഡിയോയുടെ ശകലം കട്ടിയെടുത്ത് ഈ നടത്തിയ നാറിയ നാടകം എന്തിനു വേണ്ടിയാണെന്ന് വളരെ കൃത്യമായിട്ട് നാട്ടുകാർക്ക് ബോധ്യമുണ്ട്. അങ്ങനെ അവർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന വിവാദത്തെ ഓപ്പൺ ചെയ്യാതെയും പിന്തുണ കൊടുക്കാതെയും റിപ്പോർട്ടർ ചാനലും ഉണ്ണി ബാലകൃഷ്ണൻ വിമർശിച്ചതോടുകൂടി ആകെ പ്ലിങ്കസി അടിച്ച അവസ്ഥയിലാണ് കേരളത്തിലെ യൂത്തന്മാർ.